നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. ഏറ്റവും ഒടുവിൽ 70.76% വോട്ടെടുപ്പ് ശതമാനം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഒടുവിലെ കണക്കുകൾ പ്രകാരം 70.76% വോട്ടെടുപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നിരയുണ്ട്. അവർക്ക് ടോക്കണുകൾ നൽകി വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുക. ഡി ബിനോയ് ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാമല്ലോ അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലും ഒരു നിലമ്പൂർ ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ചെറിയ ഒരു പ്രശ്നം മാത്രം, ചുങ്കത്തറയിലെ ഒരു പ്രശ്നം ഒഴിച്ചാൽ വളരെ സമാധാനപരമായി രാഷ്ട്രീയപരമായി ഒക്കെ തന്നെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. അത്തരത്തിൽ വളരെ സന്തോഷത്തോടു കൂടി വോട്ട് ചെയ്യാനെത്തിയ സമ്മതിദായകർ, സാധാരണഗതിയിൽ ഒരു 14 മാസത്തിനിടയിൽ 3 തെരഞ്ഞെടുപ്പുകൾ, 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പും തൊട്ട് പിന്നാലെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടാകുന്ന വൈമനസ്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ആളുകൾ അല്ലെങ്കിൽ സമ്മതിദായകർ ഈ വോട്ട് ചെയ്യാൻ എത്തിയ ഒരു കാഴ്ച നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുമായിരുന്നു. ഏകദേശം 5 മണി വരെ അത്തരത്തിലൊരു തിരക്ക് പല ബൂത്തുകളിലും ഉണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞതോടുകൂടി തന്നെ ആ തിരക്കൊന്ന് കുറഞ്ഞു. കാരണം രാവിലെ മുതൽ നല്ല രീതിയിൽ പോളിംഗ് പല ബൂത്തുകളിലും നടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് ശേഷം കാര്യമായ തരത്തിലൊരു പോളിംഗ് പല സ്ഥലങ്ങളിലും നടന്നിട്ടില്ല. എന്നാൽ ചില പ്രദേശങ്ങൾ, അതായത് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങൾ, അത് എടുത്തു പറയേണ്ടത് ഇടക്കര, അതുപോലെ മൂത്തേടം എന്നിവിടങ്ങളിലാണ് ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നത്. അവിടെ അവർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട്. അതേസമയം വഴിക്കടവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെല്ലാം തന്നെ പരമാവധി ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 70% വോട്ട് പൂർത്തി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ കണക്കാക്കപ്പെടുന്നത് വഴിക്കടവിലാണ്. അവിടെ 72%, ചുങ്കത്തറയിലാണ് കുറവ് കാണിക്കുന്നത് 69. ഇതൊരു 5 മണി വരെയുള്ള കണക്കാണ്. ഇതിൽ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. എങ്കിൽ തന്നെയും പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള ഒരു നീക്കം സംവിധായകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും വലിയ തരത്തിൽ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കും നമുക്ക് പറയാൻ കഴിയും. വൈകിട്ട് 5:30 വരെയുള്ള കണക്കാണ് 70.76% എന്ന് പറയുന്നത്. ഈ 70.76% താഴെ നിൽക്കുന്നതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എന്ന് പറയുന്നത്. ആ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.28% 2024 തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അത് 61.46%. അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.28%, 2024 തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 61.46% ഇതായിരുന്നു കണക്കുകളെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അത് 70.76% എന്നുള്ള നിലയിലേക്ക് വരുന്നു. 70.76 എന്നുള്ള നിലയിലേക്ക്. അതേസമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അത്ര തന്നെ അളവിലേക്ക് എത്തിയിട്ടുമില്ല. പക്ഷേ ഈ 5:30 കണക്കുകളാണ് ഇത്. അത് ഇനി മാറി വരുമ്പോൾ അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. പക്ഷേ കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് കരുതേണ്ടതല്ലേ? വരുന്നത് ഏകദേശം ഒരു 2 മുതൽ 3% വരെ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയും. ഇതിനോടൊപ്പം തന്നെ ഈ വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്ത, അതായത് പ്രായമായ പൗരന്മാർ, അവർക്ക് വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 1500 വോട്ടുകൾ അത്തരത്തിലുണ്ട്. പോസ്റ്റൽ ബാലറ്റുകളുണ്ട്. ഇവയെല്ലാം കൂടെ കണക്ക് കൂട്ടി വരുമ്പോഴേക്കും ഏകദേശം ഒരു 73%-നും 74% ഇടയ്ക്ക് ഉള്ള ഒരു സംഖ്യയിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ 2016 78%, അത് പിന്നീട് 76 ഇപ്പോഴേക്കും അത് ഏകദേശം 74 വരെ എത്തിച്ചേരാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഈ സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു നീക്കം, ഒരു മാറ്റം നമുക്ക് ഇവിടെ നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നത് ഇത്തരത്തിലൊരു ആവേശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ രാവിലെ 7 മണിക്ക് പോളിംഗ് ബൂത്തുകൾ വോട്ട്
വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ മഴയത്ത് പോലും ആളുകൾ കുടചൂടി എത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രായമായവരുണ്ടായിരുന്നു, ഒപ്പം യുവതലമുറയിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇവിടെ ഇതിൽ പങ്കാളികളായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം എന്താണോ ഈ രാഷ്ട്രീയ കക്ഷികൾ പ്രതീക്ഷിച്ചത്, അത്തരത്തിലേക്ക് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടില്ല. പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ളത് നേരത്തെ തന്നെ ചില മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവച്ചായിരുന്നു ആര്യൻ ഷൗക്കത്ത്. അദ്ദേഹം പറഞ്ഞത് ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വരാനുള്ളത്. ബാക്കിയുള്ളവരൊക്കെ വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവരാണ്, നാട്ടിലില്ലാത്തവരാണ്, ഒപ്പം മരണമടഞ്ഞവരാണ്. അങ്ങനെയൊക്കെയുള്ള വോട്ടുകൾ മാത്രമാണ് ഇതിൽ നിന്നും ഇനി വരാനുള്ളത്. അത് ചെറിയൊരു ശതമാനം മാത്രമായിരിക്കും. എന്തായാലും പ്രതീക്ഷിച്ച അത്രയും തന്നെ ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവച്ചതും. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണോ പ്രതീക്ഷിച്ചത് അത്തരത്തിൽ ഒരു രീതിയിലേക്ക് വോട്ട് അല്ലെങ്കിൽ ആളുകൾ പങ്കെടുത്ത് വോട്ടെടുപ്പിൽ പങ്കാളികളായി എന്നുള്ള വിവരം അദ്ദേഹം സന്തോഷത്തോടെ തന്നെ പങ്കുവച്ചിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള ഒരു പങ്കാളിത്തം, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ തരത്തിലൊരു പങ്കാളിത്തം ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. MS CPIM പിന്തുണയോടുകൂടി സ്വതന്ത്രനായിട്ട് ജയിച്ച PV അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഈ വോട്ടെടുപ്പിൽ 70% എന്നുള്ള കണക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ 70-ലേക്ക് എത്തിയത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെയാണ്. അതായത് സാധാരണഗതിയിലുള്ളൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അത് ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും തമ്മിൽ മാത്രമുള്ളൊരു മത്സരമായിട്ടാണെങ്കിൽ ഇത്രത്തോളം വോട്ട് ശതമാനം ഉണ്ടാകുമായിരുന്നോ എന്നുള്ള സംശയമുണ്ട്. ഇത് അവിടുത്തെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം PV അൻവർ രംഗത്തിറങ്ങുന്നതോട് കൂടിയിട്ട് ആ മത്സരം വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടുന്നു. വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങൾ അടക്കമുള്ളവ വരുന്നു. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് മറ്റൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഇല്ലാത്തത്ര താരപ്രഭാവവും വിവാദ പ്രഭാവവും എല്ലാം ചേരുന്നു. വികസനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാകുന്നു, രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാകുന്നു. പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നതിൻ്റെ മുന്നിലുള്ള ഒന്ന് എന്നുള്ള നിലയ്ക്ക് ജനം അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഈ വോട്ടെടുപ്പിനെ കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന 70 എന്ന അക്കത്തിലേക്ക് പോലും എത്തുമായിരുന്നില്ല എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും അതാണ് ഈ MS പറഞ്ഞത് കൃത്യമായൊരു കാര്യമാണ്. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം ഈ നിലമ്പൂരിലെ സമ്മതിദായകർ കണ്ടെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, അത്തരത്തിൽ സമ്മതിദായകരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി പരിശ്രമിച്ചിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതായി വരും. കാരണം ഈ നിരവധിയായ ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൃത്യമായ രാഷ്ട്രീയവും അപ്പുറത്തേക്ക് കൃത്യമായ വാദപ്രതിവാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ ഉന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോഴും ഒരു സംഘർഷം പോലും ഇല്ലാതെ അതിനപ്പുറത്തേക്ക് വാക്പോരുകളിലൂടെ മാത്രം മുന്നോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ആവേശം കൃത്യമായ രീതിയിൽ സമ്മതിദായകർ ഉൾക്കൊണ്ടു. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയതും ഈ 5:30 മണി വരെ 70% പോളിംഗ് ശതമാനം എത്തിക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു, തൊട്ടു പിന്നാലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് നിരവധിയായ വാദപ്രതിവാദങ്ങൾ ഉയർന്നു വന്ന് പ്രത്യേകിച്ചും PV അൻവർ ഉയർത്തിവിട്ട ശക്തമായ എതിർസ്വരങ്ങളെയൊക്കെ തന്നെ വളരെ ഭംഗിയായി ഖണ്ഡിച്ച് മുന്നോട്ട് പോകുവാൻ UDF ശ്രമിച്ചു. അത്തരത്തിൽ ആ ശ്രമങ്ങൾ അത് ഒരു പക്ഷേ മറ്റ് ആളുകൾ കൂടി ഏറ്റെടുത്ത് കാണും. കോൺഗ്രസും UDF അത് ഏറ്റെടുത്ത് കാണും. ആ ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ടും മാത്രവുമല്ല തുടർഭരണം വീണ്ടും സ്വപ്നം കാണുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കണം, അവിടെ ഒരു വിജയം കൊയ്യണം. ആ വിജയം അവരുടെ അണികൾക്ക് നൽകാൻ പോകുന്ന ആവേശം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഒപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അലയടിക്കുമെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും മുന്നിൽ കാണുന്നത് ഇനി വരാൻ പോകുന്ന 2 തിരഞ്ഞെടുപ്പുകളെയാണ്. ആ തിരഞ്ഞെടുപ്പുകൾക്ക് ആവേശം പകരുന്നതിന് വേണ്ടി നടത്തിയ വലിയ ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു ഈ 23 ദിവസവും നീണ്ടു നിന്നതെന്നാണ് നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. MS ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വോട്ടർമാരുടെ ചിന്താശേഷിയെ കൃത്യമായിട്ടും പരീക്ഷിച്ച
ഒരു തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത്, വോട്ടെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത് എന്ന് ഓരോ വോട്ടർക്കും പല ആവർത്തി ആലോചിച്ച് തീരുമാനമെടുത്ത് ആ തീരുമാനം പോളിംഗ് ബൂത്തിലെത്തി നടപ്പാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ CPIM-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രരായിട്ട് ജയിച്ച ഒരു MLA, ആ MLA ആയിട്ടിരിക്കെ തന്നെ അവിടെ നിന്ന് രാജിവെക്കുന്നു. ആ രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആ MLA ഏത് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണോ ജയിച്ചത് ആ പാർട്ടിയും ആ മുന്നണിയും അധികാരത്തിലിരിക്കെ ആ പാർട്ടിയെയും ആ മുന്നണിയെയും അതിലെ ക്രമക്കേടുകളെയും വിമർശിച്ചുകൊണ്ട് അതിൽ നിന്ന് രാജിവെക്കുന്നു. അങ്ങനെ രാജിവെച്ച ആ വ്യക്തിക്ക് സ്വതന്ത്രനായിട്ട് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് മത്സരിക്കാൻ കഴിയുന്നുമില്ല. അതേസമയത്ത് ആ നിലവിലുള്ള MLA നിലവിലിരിക്കുന്ന ഭരണകൂടത്തിലെ അഴിമതികളെ കുറിച്ച് പറയുന്നു. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഇങ്ങനെ പക്ഷേ ആ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ രാജിവെച്ച വ്യക്തി വിമർശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിഷ്പക്ഷരെ സംബന്ധിച്ചിട്ട് പല ആവർത്തി ആലോചിക്കാൻ ഇടം നൽകി. അതിനിടയിൽ വന്ന വലിയ വാദങ്ങൾ, പ്രതിവാദങ്ങൾ, നിലമ്പൂരിലെ ജനകീയ പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ, വികസനത്തിലുണ്ടായ നേട്ടങ്ങൾ, വികസനത്തിലുണ്ടായ കോട്ടങ്ങൾ, ഒപ്പം തന്നെ ഫാസിസത്തെക്കുറിച്ചുള്ള ചിന്തകൾ, RSSുമായിട്ട് ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇങ്ങനെ വോട്ടെടുപ്പിന് ഓരോ ദിവസവും മുമ്പ് നിഷ്പക്ഷരെന്നോ പ്രത്യക്ഷത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കേഡറിസം ഇല്ലാത്തവരെന്നോ ഒക്കെ പറയാവുന്ന വോട്ടർമാരെ സംബന്ധിച്ചിട്ട് ഇന്നയാൾക്ക് അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ വിചാരത്തെ ഖണ്ഡിക്കുന്ന മറുവാദങ്ങൾ വരുന്നു, അതിന് സ്വാധീനിക്കപ്പെടുന്നു. അതാണോ ശരി, ഇതാണോ ശരി എന്ന് ആലോചിക്കുന്നു. ഇങ്ങനെ പല ആവർത്തി തലച്ചോറ് പ്രവർത്തിപ്പിച്ചതിന് ശേഷം കൂടിയാണ് വോട്ടർമാർ എത്തിയിട്ടുള്ളത് എന്നും പറയേണ്ടി വരും. ഈ 70.76 എന്ന പോളിംഗ് ശതമാന കണക്ക് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഡി വിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഈ നിലമ്പൂരിനെ കേന്ദ്രമാക്കി എത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ആദ്യഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉയർത്തിവിട്ട വാദപ്രതിവാദങ്ങളായിരുന്നു. തൊട്ടു പിന്നാലെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തിയ പ്രസ്താവനകൾ, പിന്നീട് പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ ഉയർത്തിയ പ്രസ്താവനകൾ, അങ്ങനെ ഓരോന്നായി UDFന്റെ മുന്നിലേക്ക് വരുമ്പോഴേക്കും അത് എത്രമാത്രം UDFുമായി അടുത്തു നിൽക്കുന്നവർ ചർച്ച ചെയ്ത് കാണും, UDFന് വോട്ട് ചെയ്യാൻ താല്പര്യം കാണിച്ചവർ ചർച്ച ചെയ്ത് കാണും, നിഷ്പക്ഷർ എത്രമാത്രം ചർച്ച ചെയ്ത് കാണും. കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ PV അൻവർ ഉയർത്തിയ ഓരോ ആരോപണങ്ങളും എല്ലാ ആളുകളെയും ഈ LDFിൻ്റെ UDFിൻ്റെ അനുഭാവികളെ മാത്രമല്ല നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് PV അൻവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ആ ആരോപണങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്ന തരത്തിൽ LDFനും UDFനും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെയാണ് KC വേണുഗോപാൽ അവിടെ എത്തിയതിന് ശേഷം തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നോടിയായി നൽകുന്ന ഒരു കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്ന തരത്തിലൊരു ആരോപണം ഉയർത്തിവിടുന്നു. ആ ആരോപണം വലിയ തരത്തിൽ ചർച്ചയാവുന്നു. അത് പിന്നെ സാധാരണക്കാരനെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന സഹായധനത്തിനെ അവരുടെ പെൻഷനെ ഇത്തരത്തിൽ പിന്നെ കൈക്കൂലിയായി ആരോപിച്ച് ശരിയായില്ല എന്നുള്ളത് ആ ചർച്ച 3-4 ദിവസം നീണ്ടു നിൽക്കുന്നു. അങ്ങനെ ഓരോ തരത്തിൽ അവിടെ നിഷ്പക്ഷരായ ആളുകൾക്ക് പലതരത്തിൽ ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ കാലം കൂടിയാണ് 23 ദിവസത്തിലൂടെ കടന്നുപോയതെന്ന് പറയാൻ കഴിയും. അതിനിടയിലാണ് അനന്തു എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഈ വൈദ്യുതി കെണിയിൽപ്പെട്ടുള്ള മരണം. അത് വലിയ തരത്തിലുള്ള മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നു. വനം വകുപ്പിനെതിരെ ആരോപണം ഉയരുന്നു. LDFനും UDFനും BJPക്കും അവിടെ പ്രതിഷേധിക്കേണ്ട ഒരു അവസരം വരുന്നു. ആ അവസരത്തിൽ നിഷ്പക്ഷർ ചിന്തിക്കപ്പെടുന്നു, എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്താണ് ഇത്തരത്തിൽ ഒരു അപകട മരണത്തിനിടയായ സാഹചര്യം, ഈ വന്യമൃഗങ്ങളുടെ ശല്യം എങ്ങനെയായിരുന്നു, ഇത്തരത്തിലൊക്കെ ഓരോ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഉയർന്നു വരുമ്പോഴും അത് ചിന്തിക്കുവാനും അത് ചിന്തിച്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെയുള്ള ആ ഒരു രീതിയായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രമുള്ളപ്പോഴാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ നമ്മൾ പറയുന്ന വർഗീയ ചിന്താഗതി അല്ലെങ്കിൽ സാമുദായിക ചിന്താഗതി എന്നൊക്കെ പറയുന്ന തരത്തിൽ RSSൻ്റെതായ ഒരു വിഷയം അവിടെ ഉയർന്നു പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ വളരെ കൃത്യമായി വാദപ്രതിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു.
അറിയിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി നിരുപാധിക പിന്തുണ UDF-ന് അറിയിച്ചപ്പോഴേക്കും അതിനെതിരെ വലിയ തരത്തിലുള്ള എതിർസ്വരമായിരുന്നു LDF-ന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നത്. അത് ഒരു വർഗീയമായ പിന്തുണ UDF-ന് ലഭിക്കുന്നു, അതൊരു വർഗീയപരമായി പറയപ്പെടുന്നു. ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ തിരിച്ചടിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ മുഖം മാറിയിരിക്കുന്നു, പുതിയ മുഖത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഇനി വേറൊരു തരത്തിലേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഒപ്പം കിട്ടുന്ന ഇവരുടെ പിന്തുണയെ നമുക്ക് സ്വീകരിക്കാമെന്ന് പറയുന്നു. അതൊരു വലിയ ചർച്ചയാവുന്നു. ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ വലിയ തരത്തിൽ നേതാക്കന്മാരുടെ വരവ്, അതാണ് ആ മണ്ഡലത്തെ ഏറ്റവും വലിയ ശ്രദ്ധേയമാക്കി. കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് എത്തിക്കുന്നു, BJP എത്തിക്കുന്നു, CPI-ന്റെ നേതാക്കന്മാരെത്തുന്നു. അങ്ങനെ നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ ഈ നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി എത്തുമ്പോൾ അതിന് പിന്നിലുണ്ടാകുന്ന വിഷയങ്ങൾ, ചർച്ചകൾ, ഇവയൊക്കെ തന്നെ നന്നായി വോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷരായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചിന്തിച്ചിരുന്ന ആളുകൾക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടി ഒരുക്കിയിരുന്നു. അതുകൊണ്ടാണ് രണ്ട് LDF-ഉം UDF-ഉം കൃത്യമായി അവർക്ക് വിജയപ്രതീക്ഷ വെച്ച് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിഷ്പക്ഷരുടെ വോട്ട് ഇവിടെ നിർണായകമാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഈ PV അൻവർ 2016 മത്സരരംഗത്തേക്ക് എത്തുമ്പോഴേക്കും നാരായൺ ഷൗക്കത്തായിരുന്നു സ്ഥാനാർത്ഥി. ആ സമയത്ത് അൻവറിന് ലഭിച്ച 11,700 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം അന്ന് കിട്ടാനിടയായ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആര്യാടൻ മുഹമ്മദിനോടും ആര്യാടൻ ഷൗക്കത്തിനോടുമുള്ള വിയോജിപ്പിൻ്റെ ഭാഗമായി ആ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയും എന്നാൽ CPM-ന് വോട്ട് ചെയ്യുന്നതിന് താല്പര്യമില്ലാത്തവരുടെ വോട്ടുകൾ കൂടി അൻവറിന് ലഭിച്ചത് അന്ന് അൻവറിന് തുണയായി മാറിയായിരുന്നു. പിന്നീട് അത് 2021 മത്സരരംഗത്തേക്ക് വന്നപ്പോൾ ആ പിന്തുണ കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതാണ് 2700 ഭൂരിപക്ഷം ചുരുങ്ങപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി വരുമ്പോൾ അൻവർ എന്ന് പറയുന്ന ഫാക്ടർ എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് വലിയ ആത്മവിശ്വാസമൊക്കെ അദ്ദേഹം പുലർത്തുന്നുണ്ടെങ്കിലും ഈ നിഷ്പക്ഷരുടെ കാര്യം അതിനകത്തും എടുത്തു പറയേണ്ടതായി വരും. MS എന്തായാലും കണ്ടറിയേണ്ട കാര്യം ഇനി തിങ്കളാഴ്ച കണ്ടറിയാം, അത് അനുഭവിച്ചറിയാം. വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു, വോട്ടെണ്ണലും ജനവിധി പ്രഖ്യാപനവും തിങ്കളാഴ്ചയാണ്. ഇനി എല്ലാ കണ്ണുകളും എല്ലാ ആകാംക്ഷയും തിങ്കളാഴ്ചയിലേക്ക് ഈ നിമിഷം മുതൽ മാറുന്നു. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.